ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ ഇന്ന് മുതലൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാ സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വീഡിയോസായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ റിവ്യൂസ്, അങ്ങനെ സിനിമാ സംബന്ധമായ വേറെ പല കാര്യങ്ങളും ആണ് കൂടുതലായിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു മേഖല അതാണ്, സിനിമ സംബന്ധമായ കാര്യങ്ങളാണ്. പിന്നെ അതാണ് കൂടുതൽ നിങ്ങളോട് വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊതുവായിട്ട് നമ്മുടെ സമകാലികമായ എന്തെങ്കിലും സംഭവങ്ങൾ വീഡിയോ ചെയ്യേണ്ടതായിട്ട് തോന്നിയാൽ ഞാൻ ചെയ്യും. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളുടെ റിവ്യൂസ് ആണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് റിവ്യൂ എൻ്റെ രേഖാചിത്രം എന്ന ആസിഫ് അലിയുടെ സിനിമയാണ്. ഞാൻ കണ്ടു. നല്ല സിനിമയായിരുന്നു അത്. സിനിമയുടെ ഒരുപാട് വശങ്ങൾ പറയാനുള്ള ഒരു അത്ര ഇതൊന്നും നമുക്കില്ല. എങ്കിലും സിനിമ കണ്ടു. ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ വളരെ നല്ല സിനിമയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ഒരുപാട് ട്വിസ്റ്റോ ടേണോ ഇല്ല സിനിമയൊന്നുമല്ല അത്. നോർമലായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു വില്ലൻ ആരാണെന്നോ എല്ലാം നമുക്ക് ഫസ്റ്റിന് ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയും, ഇന്നാളാണ് വില്ലൻ, ഇന്നാളാണ് എല്ലാം നമുക്ക് മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ സിനിമ എടുത്തിരിക്കുന്ന രീതി, മേക്കിംഗ്, അത് വളരെ മനോഹരമാണ്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ട ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പശ്ചാത്തലം, ആ ഷൂട്ടിംഗ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം, ഒരു ക്രൈം, അതിനെ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് ഉള്ള ഒരു കൊലപാതകവുമായിട്ട് താരതമ്യപ്പെടുത്തി അന്വേഷിക്കുന്നൊരു കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ സൂപ്പറായിരുന്നു. പിന്നെ ആസിഫ് അലിയുടെ കാര്യം പറയണ്ട, മികച്ചൊരു അഭിനേതാവാണ് ആസിഫ് അലി. അത് ഈയിടെയായിട്ട് കൂടുതൽ അങ്ങേര് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയിലും. അതേമാതിരി അൻഷരാജൻ നല്ല ആക്ടിങ് ആയിരുന്നു. നേരിന് ശേഷം അൻഷരാജൻ്റെ നല്ലൊരു പെർഫോമൻസ് സിനിമയിൽ കണ്ടു. പിന്നെ അതിന് പുറമെ വേറൊരു നടിയും കൂടിയുണ്ട്. എനിക്ക് ആളുടെ പേര് എനിക്കറിയില്ല. പക്ഷേ ആട്ടം എന്ന സിനിമയിൽ നായികയായിരുന്നു. ആട്ടം എന്ന സിനിമ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയും. അവർ നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ട് സിനിമയിൽ. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയായിരുന്നു. ഫാമിലിയായിട്ട് എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഓക്കെ, ബൈ.